ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ജൂൺ 11 മാർക്കറ്റിൽ വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥ. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷത്തിൻ്റെ പാതയിലേക്ക് പോകുമോ എന്നുള്ള ഭയം കൂടി നിഴലിക്കുന്നു. ഇന്നലെ മുതൽ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ചെറിയ അലയൊലികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരവസരത്തിൽ കഴിഞ്ഞ വീക്കെൻഡിൽ ട്രംപ് ഡീലിനോട് അടുക്കുന്നു ഇറാനുമായിട്ട് എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ആവർത്തിച്ച് ഡീല് പെട്ടെന്ന് വരും എന്ന് പറയുന്നു. അതിൽ പ്രതീക്ഷ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ചെറിയ നേരിയ തരത്തിലെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ, അതായത് ജൂൺ 10 രാവിലെ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരവും വന്ന 3 ട്വീറ്റുകളും അതുപോലെ തന്നെ 3 അഭിപ്രായങ്ങളും ഒരു കുറച്ചുകൂടി സ്ഥിതിഗതികൾ ആശങ്കാഭരിതമാക്കുന്നു എന്നുള്ളതാണ്. രാവിലെ വന്നിരിക്കുന്ന ട്വീറ്റ്, ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ സംഭാഷണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ആക്ഷൻ ഇല്ല, വെറും സംഭാഷണങ്ങൾ മാത്രമേ ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ളൂ എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് നിരാശ പ്രകടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ട്വീറ്റ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഉച്ചയ്ക്ക് അദ്ദേഹം ട്വീറ്റ് ചെയ്തത് ഇറാൻ പൂർണ്ണമായും തകർന്നിരിക്കുന്നു, ഇറാൻ്റെ നാവികസേന കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നു, അമേരിക്കയുടെ നാവികപ്പട നടത്തിയിരിക്കുന്ന ഹോർമൂസിൽ നടത്തിയിരിക്കുന്ന ബ്ലോക്കേജ് ഒരു ചരിത്രപ്രധാനമായിട്ടുള്ളതാണ്, വളരെ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമാണ്. വൈകുന്നേരം വൈറ്റ് ഹൗസിൽ പത്രപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഇറാനെ വീണ്ടും വളരെ ശക്തമായിട്ട് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ കാലമായിട്ട് ഡീല് വരുന്നു എന്ന് പറഞ്ഞ് ഡീലിന് പുറകെ നടക്കുന്നു. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നു. എന്നിട്ടും കാര്യങ്ങളാകാത്തതിലുള്ള നിരാശയുമായിരിക്കാം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്. പിന്നെ ജൂൺ 9 രാത്രി അപ്പാച്ചെ ഹെലികോപ്റ്റർ, അമേരിക്കയുടെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിടുന്നു, ഡ്രോൺ വഴിയോ മറ്റോ. അതിൻ്റെ ഭാഗമായിട്ട് റിറ്റാലിയേഷൻ വേണമെന്ന് പറയുന്നു. ആ റിറ്റാലിയേഷൻ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്കും കുവൈറ്റിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ജോർദാനിലൊക്കെ തന്നെ തിരിച്ചാക്രമണം നടത്തുന്നു. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസിനെ നേരിടുന്നു, ലെബനോനുമായിട്ട് തർക്കത്തിൽപ്പെടുന്നു. എനിക്ക് തോന്നുന്നു 2 തരത്തിലും ആൾക്കാർക്ക് ഇവരെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവർ രണ്ടുപേരും നെഗോസിയേഷൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ ചർച്ചയുടെ വാതിലുകൾ പൂർണ്ണമായിട്ടും അടക്കുന്നില്ല, എന്നാൽ തുറക്കുന്നുമില്ല, എന്നാൽ തുറന്നിട്ട് അവിടെ നിന്നിട്ട് അഭിപ്രായങ്ങൾ പറയുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുന്നത് ഞങ്ങൾ തോറ്റിട്ടല്ല എന്നുള്ളത് കാണിക്കണം എന്നും കൂടിയാണ് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു പ്രവൃത്തികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. സോ ഏതെങ്കിലും തരത്തിൽ ഇതൊന്നും തീരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രസ്താവന വരുന്നു. അതിനോടനുബന്ധിച്ച് വീണ്ടും പ്രസ്താവന. കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് ജൂൺ 9 അമേരിക്ക അടക്കം ഇസ്രായേലിനോട് പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഇനി വേണ്ട, നിർത്തൂ എന്നുള്ള രീതിയിൽ, ഇനി അങ്ങോട്ട് പോകരുത് അല്ലെങ്കിൽ ഇങ്ങോട്ട് അടിക്കരുത്, ആ രീതിയിലുള്ള അമേരിക്കയിലേക്ക് എങ്കിലും നിർത്തണം എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതിന് പുറമെ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഈ യുദ്ധം ഇപ്പോൾ നിർത്തരുത്. ഒക്ടോബറിൽ ഇസ്രായേൽ ഇലക്ഷൻ വരികയാണ്. നെതന്യാഹുവിന് നേരെ ഒരുപാട് ചാർജുകളുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തെ പൗരന്മാരുടെ മുന്നിൽ ഒരു പരാജയപ്പെട്ട് മുന്നോടുന്ന പോലെയോ അല്ലെങ്കിൽ ഇറാന് മുന്നിൽ തലകുനിക്കുന്നത് പോലെയുള്ള ഒരു ഇമേജ് ഉണ്ടാക്കും. അത് നെതന്യാഹുവിനെ തീർച്ചയായിട്ടും ഒക്ടോബറിലുള്ള ഇലക്ഷനിൽ ബാധിക്കും. ആ ഒരു യൂത്തിനിടയിലോ അല്ലെങ്കിൽ സിറ്റിസൻസിൻ്റെ ഇടയിലോ ആ ഒരു ഇമേജ് വർദ്ധിക്കാൻ സാധിക്കില്ല. അതുപോലെ അദ്ദേഹത്തിന് എതിരെ ഒരുപാട് കറപ്ഷൻ ചാർജുകൾ നിലവിലുണ്ടെന്നാണ് അറിയുന്നത്. അത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. ഈ ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ട് ഓൾറെഡി അവിടുത്തെ മറ്റു പല പാർട്ടികളും നെതന്യാഹുവിന് നേരെ അതായത് അന്വേഷണത്തിൻ്റെ ചൂണ്ടുവിരലുകൾ ഓൾറെഡി ചൂണ്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇലക്ഷനിൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും. ചിലപ്പോൾ ജയിലിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരാം. അത് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ അതികഠിനമായിട്ടുള്ള കാര്യമാണ്. സോ ഹി വിൽ ഫൈറ്റ് ഫോർ ദാറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇൻഫ്ലേഷൻ കൂടി വരുന്നു. നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന CPI ഇൻഫ്ലേഷൻ ഫിഗർ 4% ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുനിന്നും ചിലപ്പോൾ ഈ പറയുന്ന
പലിശ നിരക്ക് ഇനി കുറക്കുക എന്നുള്ളത് പോയിട്ട് പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യതകൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അത് സ്വർണം, വെള്ളി പോലുള്ള പ്രഷ്യസ് മെറ്റലുകളിലൊക്കെ തന്നെ ഓൾറെഡി ഇടിവുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് അവരുടെ ഈൽഡ്, അമേരിക്കൻ റിസർവുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈൽഡ് കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വാല്യൂ പ്രഷ്യസ് മെറ്റലുകളുടെയും മറ്റൊക്കെ തന്നെ വാല്യൂ ഡംപ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികളിലും അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക അസറ്റുകളിലും കാര്യങ്ങളിലൊക്കെ തന്നെ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓൾ ടുഗെദർ ഈ ഒരു യുദ്ധം കൊണ്ടിപ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ടുള്ള എണ്ണയുടെ ഉൽപ്പാദനം, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ എണ്ണ അടക്കമുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതൊക്കെ തന്നെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് തീരുക എന്നുള്ളത് ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിന് ഇത് തീർക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് ഒക്ടോബർ വരെയെങ്കിലും അല്ലെങ്കിൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അമേരിക്കക്കാർ പറയുന്നത് നിങ്ങൾ ആദ്യം ഹോർമൂസ് തുറക്കുക, അതിനുശേഷം ഞങ്ങൾ 1 മാസത്തിനിടയിൽ നിങ്ങളുടെ അസറ്റുകൾ മരവിപ്പിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാവാം, അതിനുശേഷം യുറേനിയം ഞങ്ങൾക്ക് നൽകുക, നിങ്ങൾ ഇനി അങ്ങോട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. നേരെ മറിച്ച് ഇറാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ഹോർമൂസിൽ നിന്ന് മാറും, ഞങ്ങളുടെ പോർട്ടുകൾക്ക് മുകളിലുള്ള അധിനിവേശം അല്ലെങ്കിൽ പോർട്ടുകൾക്ക് മുകളിലുള്ള കൺട്രോൾ കുറക്കുക, അതുപോലെ തന്നെ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് പിന്നീടാവാം, നമ്മുടെ അസറ്റുകൾ നമുക്ക് മരവിപ്പിച്ചിരിക്കുന്ന പൈസ എത്രയും പെട്ടെന്ന് 11 ബില്യൺ സംതിങ് നമുക്ക് റിലീസ് ചെയ്ത് തരിക ആദ്യഘട്ടം എന്ന നിലയിലാണ്. എന്നാൽ ചർച്ചയാകാം, അതിനുശേഷം ഹോർമൂസ് തുറക്കാം, ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലേക്ക് വരും. പക്ഷേ അമേരിക്കക്ക് അത് താല്പര്യമില്ല. ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു ട്വീറ്റും കാണിക്കുന്നത് അമേരിക്ക ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ പോയി കഴിഞ്ഞാൽ വളരെ സമയമെടുത്താണ് ഇറാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊരുമാതിരി നമ്മളെ വെയിറ്റ് ചെയ്തതിന് ഈക്വൽ ചെയ്യുന്നത് പോലെയാണ്, അമേരിക്കയെ അപമാനിക്കുന്നത് പോലെയാണെന്നുള്ള രീതിയിലുള്ള ഒരു സാധാരണ ട്വീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ അമേരിക്കയിലെ ഓഹരി വിപണികളിൽ സ്പേസ് എക്സിൻ്റെ IPO വരികയാണ്. അപ്പോൾ IPO വരുന്ന സമയത്ത് ഒരുപാട് കൺസെഷൻ, ഈ ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. കഴിഞ്ഞ FTSE അടക്കമുള്ള MSB അടക്കമുള്ള ഓഹരി വിപണികൾ അവരുടെ ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് മാറ്റുകയാണ്. S&P മാത്രമാണ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് 4 വർഷമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാതെ ഒരു കമ്പനിയെ ലിസ്റ്റ് ചെയ്യിക്കില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ തന്നെ ലിസ്റ്റിംഗ് പോളിസി. അതുവരെ മാറ്റി എഴുതിക്കൊണ്ടാണ് ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് IPO 15 to 20 ഡേയ്സിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, പ്രയോറിറ്റി ലിസ്റ്റിംഗ് വഴി വരാൻ പോകുന്നത്. സോ ഇതൊക്കെ തന്നെ ഇതിലേക്ക് നിക്ഷേപിക്കാൻ ആൾക്കാരുടെ വലിയ രീതിയിലുള്ള നില കാത്തു നിൽക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻസിലും കാര്യങ്ങളൊക്കെ തന്നെ അവർ വിൽക്കുന്നു, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്നു. അമേരിക്കയിൽ ഈ ഒരു ക്രാഷിന് പുറകെ എല്ലാ വലിയ IPOകൾ വരുന്നതിന് മുമ്പും ഇതുപോലുള്ള ചാഞ്ചാട്ടങ്ങളും പിന്നീട് മാർക്കറ്റ് ക്രാഷിലേക്കും വന്നിരിക്കുന്നു എന്നുള്ള ചരിത്രമാണ്. പിന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് കൊറിയൻ മാർക്കറ്റുകൾ വളരെ ഹൈ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കൊറിയൻ മാർക്കറ്റിൽ നിന്നും ഇപ്പോൾ പതുക്കെ ടെക്നോളജി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചിപ്പ് സ്റ്റോക്കുകളും ഇലക്ട്രോണിക് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വിദേശ നിക്ഷേപകർ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലോക്കൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പൈസ കടം വാങ്ങിയിട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. സോ കൊറിയൻ മാർക്കറ്റ് ഇസ് അപ് ടു ദാറ്റ് ലെവൽ എന്ന് വേണ്ടി പറയാം. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള നമുക്കൊരു അടിത്തറ ഇല്ല എന്ന് വേണം ഇതിൻ്റെ ഒരു മധ്യസ്ഥവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. കാരണം പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം, പിന്നെ ഇപ്പോൾ ഖത്തറാണ് പോയിരിക്കുന്നത്. ഖത്തറിൻ്റെ പ്രതിനിധികൾ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ടെഹ്റാനിലുണ്ട്. അവരുടെ മരവിപ്പിച്ച ആസ്തികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊക്കെ ഒരു തീരുമാനം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മൊത്തം പ്രശ്നങ്ങൾക്ക് ഒരു വഴിത്തിരിവുണ്ടാകും. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു യുദ്ധം ഫേസ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ. ഇറാനായാലും അമേരിക്ക ആയാലും അവർക്ക് സാമ്പത്തികമായിട്ട് കൂടി ഞെരുക്കം വരികയും സാമ്പത്തിക ഉപരോധങ്ങൾ വരികയും കൂടി ചെയ്ത സമയത്ത് അവരാകെ വീർപ്പുമുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഓൾ ടുഗെദർ ഇതൊരു മിക്സ്ചറാണ്. ഇതിനെ എവിടെ തീർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് തീർക്കണം. ആർക്കും തോറ്റു എന്ന് പറയാൻ സാധിക്കില്ല. ആരും തന്നെ തോറ്റിട്ടാണ് നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്നത്. നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുന്നത് എല്ലാവരും തോറ്റിട്ടാണ് എന്നുള്ള ഒരു ഇമേജ് ഒഴിവാക്കുകയും വേണം. അപ്പോൾ അതാണ് ഓൾ ടുഗെദർ ഇതിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താവുമെന്നുള്ളത്. ഒരു ചെറുതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചും കണ്ടൊക്കെ കേട്ടപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്.
സോ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. നോക്കാം നമുക്ക് എത്രമാത്രം നമ്മളെ സംബന്ധിച്ചിട്ട് എണ്ണവില പ്രശ്നമാണ്, റുപ്പയുടെ വീക്ക്നെസ് പ്രശ്നമാണ്, FIIs കണ്ടിന്യൂസ് ആയി സെല്ലിങ് സൈഡിലേക്ക് പോകുന്നു. പിന്നെ മറ്റ് എമർജിങ് മാർക്കറ്റുകളിലേക്ക് ഫണ്ടുകൾ പോകുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അടിയാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു വാറാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ എത്രമാത്രം വേഗം തീരുമാനമാകുമെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. എല്ലാവർക്കും കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.